ഈ ഒരു കോലത്തേക്ക് എങ്ങനെ ആയതെന്ന് കണ്ടാലോ. ഹലോ ഗൈസ്, ഇന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടാ. ആൻഡ് ഇതിലുള്ള കുറേ പ്രൊഡക്റ്റ്സ് ഒന്നും എൻ്റെതല്ല. ആകെ ഈ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും മാത്രമേ ഞാൻ ഇടലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേറെ ആരതൊക്കെയാണ്. ആദ്യം ഈ പ്ലിക്സിൻ്റെ ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ ടോണർ അടിക്കുക എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ അടിച്ചു കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഈ നിയാസിനമൈഡിൻ്റെ സെറം ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം മടിയായിട്ട് പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എന്തായാലും ഒരു വഴിക്ക് പോണതല്ലേ, അങ്ങനെയാണ് യൂസ് ചെയ്ത്. അതിനുശേഷം ഏതോ ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ താരം അക്വലോജിക്കയുടെ സൺസ്ക്രീന്. ഇത് കുറേ കാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ. എനിക്കെന്തോ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ സംഭവം. പിന്നെ എൻ്റെ ഫേസ് മേക്കപ്പ് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നും ഞാൻ അപ്ലൈ ചെയ്യില്ല. ഫൗണ്ടേഷനൊന്നും എനിക്ക് തീരെ ചേരലില്ല. സോ ആ ഭാഗത്തേക്കേ ഞാൻ തിരിഞ്ഞു നോക്കില്ല. സൺസ്ക്രീന് വരെ നിർത്തും. അതിനുശേഷം ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു ലിപ് ബാമും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബ്ലഷ്. ഈ ബ്ലഷ് എല്ലാ ഗേൾസിലും ഭയങ്കര ഒബ്സഷൻ ആവൂലേ. മീൻസ് ഏതാ ബ്രാൻഡൊന്നും അറിയില്ല, പക്ഷേ ബ്ലഷ് അത്യാവശ്യം അടിപൊളിയായിട്ട് ഇടും. പിന്നെ ഡാസ്ലർ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ മെബിലിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് കുറേ ആയി ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ വേറെ ഒരു ഷെയ്ഡും യൂസ് ചെയ്യില്ല. ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഇതിട്ട് കഴിഞ്ഞാലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. വേറെ ഒരു ഷെയ്ഡും എനിക്ക് ചേരലില്ലാന്ന് എനിക്ക് തോന്നും. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ സ്കാർഫൊക്കെ കുത്തി ഫൈനൽ ലുക്ക് കാണാം. تخلينيش كده